5 റൂമിന് പുറത്ത്. 5 പേരും അന്തം വിട്ട് ചുറ്റും നോക്കുന്നു. ആ മേഘയുടെ മുഖം കണ്ടിട്ട് പേടിച്ച പോലുണ്ട്. അവരവിടെ എല്ലാം നോക്കിയിട്ടും നമ്മൾ വെച്ച ക്യാമറ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒളി ക്യാമറ വെക്കേണ്ടടുത്ത് തന്നെയാ നമ്മൾ വെച്ചത്. ഇനി പലതും ഇതുപോലെ റെക്കോർഡായി വരും. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. നമ്മൾ ഉണർന്നറിഞ്ഞ് അവര് പോയിട്ടുണ്ടാവും. ഇനി അവരിങ്ങോട്ട് വരത്തൊന്നുമില്ല. നിങ്ങൾ കേറ്, വാ. ഒന്ന് കണ്ടു കിട്ടാറായപ്പോ 5 പേര് റൂമിൽ കയറി വാതിലടച്ചല്ലോ. ഇപ്പോഴത്തെ വിഷലിൽ ആരും അവര് കൂടെ ഇല്ല. അവൻ കൂടെ ഉണ്ടെങ്കിൽ അവർക്കിപ്പം പുറത്തു വരേണ്ടതല്ലേ. ഇപ്പൊ അവരുടെ കൂട്ടത്തിൽ അവനില്ല. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോ അവൻ വന്നൂടാന്നില്ലല്ലോ. ആരവ് നമ്മുടെ ക്യാമറയുടെ മുൻപിലേക്കൊന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ 5 സുന്ദരിമാർക്ക് പണി കൊടുക്കാൻ മനസ്സ് ത്രസിച്ചോണ്ടിരിക്ക. നീ സമാധാനപ്പെടടി. ഇക്കാര്യത്തിൽ നമ്മൾ കുറച്ച് ക്ഷമ കാണിക്കണം. ക്ഷമയോടെ കാത്തിരുന്നാലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇര വലയിൽ വീഴൂ. 5 സുന്ദരികളുടെ ഏത് നീക്കവും നമുക്കിനി ഇവിടെ ഇരുന്ന് കാണാം. ഇനി അവിടെ എന്ത് നടന്നാലും ഈ ഫോണിൽ റെക്കോർഡ് ആയിക്കോളും. എനിക്കൊരു ഡൗട്ട്. അവര് നമ്മുടെ ക്യാമറ പൊക്കോ? സംഗതി റീനാമ്മയുടെ മുമ്പിലെത്തിയ ഒളിക്യാമറ വെച്ചതിന് നമ്മൾ കുറ്റക്കാരാവില്ലേ? ആരും ഈ ക്യാമറ കണ്ടെത്താൻ പോകുന്നില്ല. ഇനി അഥവാ ആരെങ്കിലും കണ്ടെത്തിയാലും അന്വേഷണം നമ്മളിലേക്ക് എത്താതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്റെ ഫോണിൽ നിന്നും ഒരു ദൃശ്യങ്ങളും ആർക്കും കിട്ടില്ല. ഇനി കുറച്ചു നേരം കഴിഞ്ഞ് നമുക്കൊന്നും കൂടി നോക്കാം. ഇന്ന് രാത്രിയിലെ നമ്മുടെ വിനോദം ഇതാണല്ലോ. നീ അലീനയും കൂട്ടുകാരെയും കണ്ടായിരുന്നോടാ? ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. അവരിവിടെ ഉണ്ടായിരുന്നു. അവരിവിടെ വന്ന് ചുറ്റിക്കറങ്ങിയത് എന്താ? അതും ഈ സമയത്ത്? അവര് നിങ്ങൾക്ക് എന്തോ പണി തരാൻ വേണ്ടി പ്ലാൻ ചെയ്തു വന്നതാ. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ കണ്ടുപിടിക്കാനാ? അതിന് അവരാരും നമ്മൾ പുറത്ത് കണ്ടില്ലല്ലോ. അവര് വന്നത് നമുക്ക് എന്തോ പണിതരാൻ തന്നെയാ. അവരെന്താ ചെയ്തെന്ന് നമുക്കറിയില്ലല്ലോ. അതിന് നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴേക്കും അവര് കടന്നു കളഞ്ഞില്ലേ? അപ്പൊ അതിലെന്തോ കള്ളത്തരം ഉണ്ട്. അവളുമാരിവിടെ പാത്തും പതുങ്ങിയും വരുന്നതും നമ്മുടെ റൂമിൽ എന്താ നടക്കുന്നെന്ന് അറിയാൻ ശ്രമിക്കുന്നതും ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ആരവിന്റെ കാര്യത്തിൽ അവർക്ക് എന്തോ സംശയമുണ്ട്. ഇവൻ ഇവിടെ ഉണ്ടോന്നറിയാൻ രഹസ്യമായിട്ട് ചെവിയോർക്കാൻ വന്നതായിരിക്കും അവര്. അങ്ങനെയെങ്കിൽ ആരോ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നിന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത്. ശബ്ദം പുറത്തു വരാതെ എങ്ങനെ സംസാരിക്കും? ശബ്ദം പുറത്തു വരാതെ സംസാരിക്കാം. ഇങ്ങനെ സംസാരിച്ചൂടെ? വല്ലത് മനസ്സിലായോ? ഇങ്ങനെ സംസാരിക്കാം. ഈ അറിയാത്ത ഭാഷ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ ഭാഷ നിനക്ക് അറിയാവുന്നതാണല്ലോ. നമ്മളന്ന് മോഴക്കുന്നിലേക്ക് പോയപ്പോ അവിടെ കണ്ട ഊമയായ സ്ത്രീയോട് നീ ഇതേ ഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ? അത് പിന്നെ അത് ഞാൻ ആ സമയത്ത് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന് എനിക്കെന്നെ അറിയില്ല. ആരവേ, നീ ടെൻഷൻ ആവണ്ട. അലീനയുടെയും ഫ്രണ്ട്സിന്റെയും ശ്രദ്ധ ഇങ്ങോട്ടുള്ളതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചാ മതി. ഇവ മാത്രമല്ല, നമ്മളും സൂക്ഷിക്കണം. ചതിപ്രയോഗത്തിലൂടെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഗ്യാങ് അവര്. അവരിവിടെ വന്നിട്ട് എന്താ ചെയ്തതെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഏതായാലും അവര് പോയില്ലേ. ഇനി ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടതുപോലെ കാണാം. എല്ലാരും പോയി കിടന്നുറങ്ങും. ഹലോ, കിടക്കാൻ നിന്നോട് പ്രത്യേകിച്ച് പറയണോ? വേണ്ട. ഗുഡ് നൈറ്റ്. എടി അനു, നമ്മളെ കൊടുക്കാൻ അലീന എന്തെങ്കിലും പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതെ, നിനക്കുറക്കം വരുന്നില്ലെങ്കിൽ നീ അതെന്താന്ന് ആലോചിച്ച് കണ്ടുപിടിക്കും. ഞാനങ്ങ് ഉറങ്ങട്ടെ.
ഇതുവരെയും അവരുടെ റൂമിലേക്ക് ആരോ വന്നില്ലല്ലോ. ഒന്നുകൂടി നോക്കിയാലോ. എന്താടി ഉറങ്ങുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല. 5 സുന്ദരികളുടെ റൂമില് ആരവ് വരുന്നുണ്ടോന്ന് കൺഫേം ചെയ്തിട്ടേ ഞാനൊന്ന് ഉറങ്ങുന്നുള്ളൂ. എന്നാ പിന്നെ നമുക്ക് കണ്ണിൽ എണ്ണ ഒഴിച്ച് അവരുടെ റൂമിന്റെ മുന്നിൽ ലൈവായി കണ്ടോണ്ടിരിക്കാം. എന്നാൽ ഇനി ഉറങ്ങുന്നില്ല. ആരവ് അവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. നീ ഫോണിലെ വിഷ്വൽസ് നോക്ക്. സ്ക്രീൻ ബ്ലാങ്ക് ആണല്ലോ. റീസെറ്റ് ചെയ്ത് നോക്ക്. ഇല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് എന്തു പറ്റിയതാ? ഇതിലാണെങ്കിൽ ക്യാമറ വിഷ്വൽസ് കാണാൻ പോലും പറ്റുന്നില്ല. ക്യാമറ ഫോൾട്ട് ആയോ? ഇവിടുത്തെ CCTV ക്യാമറ അടിച്ചു പോയതുപോലെ ഇതും അടിച്ചു പോയോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. നമ്മളെ ക്യാമറ വെച്ചത് ചെടിയുടെ ഇലകൾക്കിടയിലല്ലേ. കാറ്റത്തെ ഇലവും മറ്റോ വീണ് ക്യാമറ ലെൻസ് മറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്നിനി അവിടെ എന്ത് നടന്നാലും നമുക്ക് വിഷ്വൽസ് കിട്ടില്ല. അത് ശരിയാവില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ക്യാമറ വെച്ചത് വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. നിങ്ങൾ വാ. ക്യാമറ അവിടെ സേഫ് അല്ലെങ്കിൽ എടുത്തു മാറ്റി മറ്റൊരിടത്ത് വെക്കാം. അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇല്ലല്ലോ. ആദ്യം ക്യാമറയ്ക്ക് എന്ത് പറ്റിയെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. അതെന്താടി? ആരും അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ആരാ? ആരാത്? ആരുടെ നീ? ഇത് 5 സുന്ദരിയുടെ തന്ത്രമാണോടി? ഈ സാധനത്തിന് കൈയോടെ പിടികൂടിയാലോ? ആരാന്നൊന്നും അറിയണമല്ലോ. നിങ്ങൾ വാ. അയ്യോ, ആ രൂപ എങ്ങോട്ട് പോയി? അത് ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ?